വെറും 3 ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്ന ചവ്വരി പായസമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. പായസത്തിന് ഈ ചെറിയ ചവ്വരി ഒരു പ്രത്യേക രുചിയാണ്. അതൊന്ന് കഴുകിയ ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കണം. അപ്പോൾ മിനിമം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ ആ കാരമലിൻ്റെ കളറ് മാറി വരും. ഈ ഒരു കളറിൽ എത്തിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ചെറിയ ചൂടുള്ള പാല് ചേർക്കണേ. അതുപോലെ പാല് ചേർക്കുമ്പോൾ തണുത്ത പാലാണെങ്കിൽ മുഖത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. കാരമൽ നല്ല ചൂടിലിരിക്കുകയല്ലേ, അതുകൊണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഈ കാരമൽ ഇതുപോലെ കുറച്ച് കട്ടയായിട്ടിരിക്കും. അത് നമ്മുടെ പാല് ചൂടാകും തോറും അത് ഉരുകി വരും. ആ കാരമലൊക്കെ നന്നായിട്ട് ഉരുകി പാലിന് ഈ ഒരു കളർ വന്നതിന് ശേഷം വേണം നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ചവ്വരി. ചെറുതായതുകൊണ്ട് 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കുറച്ചെടുത്താലും മതി. അല്ലെങ്കിൽ എന്താ പറയുക, ഈ പായസം കുറച്ചങ്ങ് തിക്കായി പോവും. ഇനിയിപ്പോൾ ചവ്വരി വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ പായസം കുറുകിപ്പോയെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുള്ള പാലങ്ങ് ചേർത്താൽ മതി. നമുക്ക് ഏതാണ്ട് ഒരു 5-10 മിനിറ്റിൽ തന്നെ നമ്മുടെ ഈ ചവ്വരി വെന്ത് കിട്ടും. ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഈ പഞ്ചസാര കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. സിമ്പിളല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.